കൊയ്ത്തിന് ദിവസങ്ങൾ ശേഷിക്കെ പടർന്നു പിടിച്ച രോഗത്തിൽ വലഞ്ഞ് നെൽ കർഷകർ. വടകര ചെരണ്ടത്തൂർ ചിറയിലെ 300ഓളം ഏക്കർ സ്ഥലത്തെ കൃഷിയാണ് പ്രതിസന്ധിയിലായത്. ബ്ലാസ്റ്റ് എന്ന ഫംഗസ് ബാധയാണ് നെൽച്ചെടികളെ ബാധിച്ചത്. 2 ആഴ്ച മുമ്പാണ് രോഗബാധ കൃഷിയിടത്തിൽ കണ്ടു തുടങ്ങിയത്. വളരെ വേഗം പടർന്നു പിടിച്ചതോടെ കനത്ത വിളനാശത്തിലാണ് കർഷകർ. പുൽവർഗ ചെടികളെ ബാധിച്ച് അതിവേഗം പടരുന്ന രോഗമാണ് ബ്ലാസ്റ്റ്. തുടക്കത്തിൽ നെൽച്ചെടിയിൽ പലയിടത്തായി പൊള്ളലേറ്റ പോലെയാണ് കാണപ്പെടുക. തുടർന്ന് ചെടി ഉണങ്ങുകയും നെന്മണികൾ നശിക്കുകയും ചെയ്യുന്നു. ഇതിനു പുറമെ നെന്മണികളെ നശിപ്പിക്കുന്ന കൊമ്പൻ പാറ്റ ശല്യവും ഇവിടെ രൂക്ഷമാണ്. പാടശേഖര സമിതി പ്രസിഡന്റ് വി നാരായണൻ. കർഷകന്റെ സ്ഥിതി വളരെ ദയനീയ. ഈ പ്രാവശ്യം എന്ത് ചെയ്യണമെന്നറിയാത്ത രൂപത്തിലാണ് നമ്മുടെ ചെല്ലത്തൂർ ചിറയിലെ കർഷകരെല്ലാവരും. കൊലപാട്ടം കൊണ്ട് ഒരു മണി നെല്ല് പോലും നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. അതോടൊപ്പം തന്നെയുള്ള മറ്റൊരു അസുഖം എന്താണെന്ന് വെച്ചാൽ ഇലചുരുട്ടി അഥവാ പട്ടാളപ്പുഴുവെന്നും പറയുകയും അതോടുകൂടി നെല്ല് കംപ്ലീറ്റ് കരിഞ്ഞതുപോലെയാവുക. അതിന് ശേഷമുള്ള അത്യാവശ്യം കതിര് ബാക്കി വരുന്നത് ഈ കൊമ്പൻ പാറ്റ അല്ലെങ്കിൽ അഥവാ ചായ്പാറ്റ, അതും കുടിച്ച് നശിപ്പിച്ചു. 300ഓളം ഏക്കർ സ്ഥലത്താണ് നെൽകൃഷിയുള്ളത്. ഇതിൽ 60% രോഗബാധയിലായത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ഒരു കാലത്ത് കർഷകർ കൃഷിയിൽ നിന്ന് വിട്ടുനിന്ന ചെരണ്ടത്തൂർ ചിറ കർഷക കൂട്ടായ്മകളുടെയും അധികൃതരുടെയും പിന്തുണയിലാണ് സജീവമായത്. രോഗം ബാധിച്ചതിലൂടെ ഉണ്ടായ നഷ്ടം നികത്താൻ കൃഷിവകുപ്പിന്റെ സഹായം ആവശ്യമാണെന്ന് കർഷകർ ആവശ്യപ്പെടുന്നു. കൈരളി ന്യൂസ്, കോഴിക്കോട്.